Hi students, today we will study the pin details of 8085. നമുക്കറിയാം 8085 എന്ന് വെച്ചാൽ 8-bit general purpose microprocessor, and it is capable of addressing 64K memory. That means it has 16 different lines to address the memory or address the device. 2 raised to 16 means 64K. So 8085 is an 8-bit microprocessor. 8-bit microprocessor എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ക്യാൻ ഹാൻഡിൽ 8-bit അറ്റ് എ ടൈം. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ഹാൻഡിൽ മോർ ദാൻ 8-bit ടൈം. പക്ഷേ അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 8-bit ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് 8-bit കൂടുതൽ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒന്നിൽ കൂടുതൽ സ്ട്രെച്ച് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടൈംസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 8-bit കൂടുതലുള്ള വാല്യൂസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ക്യാൻ ഹാൻഡിൽ മീൻസ് ഇറ്റ് ക്യാൻ പ്രോസസ്, ഇറ്റ് ക്യാൻ സ്റ്റോർ, അതൊക്കെ 8-bit മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് 16 അഡ്രസ് ലൈൻസ്, അഡ്രസ് ബസ് ടു അഡ്രസ് എനി ഡിവൈസ്. അപ്പോൾ 16 ലൈൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2:16 പോസിബിൾ ആവും. 2:16 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ 2:16 കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് 64K മെമ്മറി വരെ അഡ്രസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഡിവൈസ് ഹാസ് 40 പിൻ ഡ്വൽ ലൈൻ പാക്കേജ് എന്നാണ്, ഡിപ്പ് IC ആണ്. ആൻഡ് ഇറ്റ് റിക്വയർ +5 വോൾട്ടേജ് പവർ സപ്ലൈ ആൻഡ് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് 3 MHz. നമ്മൾ നേരത്തെ പറഞ്ഞ വെച്ചാൽ ക്ലോക്ക് ഡ്രിവൺ ഡിവൈസ്. 8085 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ക്ലോക്ക് ഡ്രിവൺ ഡിവൈസ്. ഈച്ച് ആൻഡ് എവറി ഓപ്പറേഷൻ ഈസ് കൺട്രോൾഡ് ബൈ ക്ലോക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോക്ക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 3 MHz ആണ്. അതിൻ്റെ ഹയർ വേർഷൻ ഉണ്ട്, 5 MHz വരെ പോസിബിൾ ആയിട്ടുള്ള 8085A2 വേർഷൻ, സെക്കൻഡ് വേർഷൻ ആയിട്ടുള്ള അതിന് 5 MHz വരെ പോസിബിളാണ്. അപ്പം ഹെർട്സ് കൂടുന്നതനുസരിച്ച് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം 5 MHz ക്ലോക്ക് സ്പീഡുള്ള ഒരു ഡിവൈസിന് 3 MHz ഉള്ളതിനേക്കാളും കൂടുതൽ സ്പീഡിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 8085 ഈസ് എൻ എൻഹാൻസ്ഡ് വേർഷൻ ഓഫ് 8080A. അപ്വേർഡ് കോമ്പാറ്റബിലിറ്റി ആണ്. എല്ലാ മൈക്രോ പ്രൊസസ്സറും ഒരുവിധം എല്ലാം ഇൻ്റലിൻ്റെ മൈക്രോ പ്രൊസസ്സറൊക്കെ അപ്വേർഡ് കോമ്പാറ്റബിലിറ്റി ഉള്ളതാണ്. അപ്വേർഡ് കോമ്പാറ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഫെസിലിറ്റിയൊക്കെ. അപ്പോൾ 8085ൻ്റെ അപ്വേർഡ് കോമ്പാറ്റബിലിറ്റിയാണ്, 8080യുടെ അപ്വേർഡ് കോമ്പാറ്റബിലിറ്റിയാണ് 8085 എന്ന് പറയുകയാണെങ്കിൽ. 8080നകത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് 8085നകത്ത് പോസിബിളാണ്. പ്ലസ് 8085നായിട്ട് കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടാകുന്നതാണ്. ഇനി ദി എൻറ്റയർ pins used in 8085 can be classified into 6 different groups. അപ്പം എല്ലാ പിന്നും ഈ 40 പിന്നിനെയും കൂടെ നമുക്ക് പല കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് 5 കാറ്റഗറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. 5ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് അഡ്രസ് ബസ്, സെക്കൻഡ് വൺ ഈസ് ഡാറ്റ ബസ്, third control bus, control and status signals, 4 power supply and frequency signal, 5 externally initiated signal and 6 serial IO ports. ഇത്രയും അതായത് 40 പിന്നിനെയും നമുക്ക് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ 6 ഡിഫറെൻറ്റ് ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റും. ഓരോന്നും എന്തൊക്കെയാണ്? ഒന്ന് അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ, പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽ, externally initiated signal and serial IO lines. ഇതാണ് 8085ൻ്റെ പിൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. അപ്പം 40 പിൻ എന്ന് പറഞ്ഞാൽ പിൻ നമ്പർ 1 മുതൽ നിങ്ങൾക്ക് കാണാം, പിൻ നമ്പർ 1 മുതൽ 20 ഇവിടെ 21 to 40. 20 VSS എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടാണ്, 40 VCC ആണ്. അപ്പോൾ ഈ രണ്ടും ഒഴിച്ച് ബാക്കി പിൻ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ 2 പിന്നും കാണിച്ചിട്ടുണ്ട്. ഈ പിൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഹയർ ഓർഡർ അഡ്രസ് ബസ്, അതായത് അഡ്രസ് ബസ് ആൻഡ് മൾട്ടിപ്ലെക്സ്ഡ് ഡാറ്റ ബസ്. അപ്പം ഇതൊരു കാറ്റഗറി, ഇത് സെക്കൻഡ് കാറ്റഗറി. കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ മൂന്നാമത്തത്, പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി ഇത് നാലാമത്തത്, എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽ ഇത് അഞ്ചാമത്തെ കാറ്റഗറി,
ആൻഡ് ഫൈനലി സീരിയൽ IO ആറാമത്തെ കാറ്റഗറി. ഇങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോന്നും നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റിൽ അഡ്രസ് ബസ്. 8085 has 16 address lines and these are used for addressing the device. These lines are split up into segments A15 to A8 and AD7 to AD0. The 8 lines A15 to A8 are unidirectional. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 16 അഡ്രസ് ലൈൻസ് ഉണ്ട്, 8 ഡാറ്റ ലൈൻസ് ഉണ്ട്. അപ്പം 16 + 8 എന്ന് പറഞ്ഞാൽ 24 ആയില്ലേ. അപ്പോൾ ഈ എൻ്റെ 24 ലൈൻസും നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സും ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യില്ല, ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു ഡിവൈസിനെ അഡ്രസ്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എന്ത് മതി, ഡാറ്റ മതി. അല്ലെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം രണ്ടും സൈമിൾട്ടേനിയസ്ലി ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ 16 ലൈൻസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അഡ്രസ്സും ഡാറ്റയും വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതായത് സെയിം 16 ലൈൻസ് ആർ യൂസ്ഡ് ഫോർ അഡ്രസ് ആൻഡ് ഡാറ്റ. അപ്പം അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഓർഡർ 16 ലൈൻസിൻ്റെ ഹയർ ഓർഡർ, അതായത് ഈ A8 to A15 എന്ന് പറഞ്ഞാൽ A8 to A15 നമ്മൾ അഡ്രസ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യും. ആൻഡ് ലോവർ ഓർഡർ അഡ്രസ് ബസ് മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അഡ്രസ്സും ഡാറ്റയ്ക്കും വേണ്ടി യൂസ് ചെയ്യും. മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ല, ഡിജിറ്റൽ ലാബിൽ പഠിച്ചിട്ടില്ല, മെനി ഇൻ ടു വൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നു, അതായത് അഡ്രസ്സിനും വേണ്ടി യൂസ് ചെയ്യാം, നമുക്ക് ഡാറ്റയ്ക്കും വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് 24 ലൈൻസ് യൂസ് ചെയ്യേണ്ടതിന് ഇപ്പോൾ എന്ത് ചെയ്താൽ മതി, വെറും 16 ലൈൻസ് തന്നെ യൂസ് ചെയ്താൽ മതി. കാരണം സെയിം 16 ലൈൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റയും അഡ്രസ്സും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, മൾട്ടിപ്ലക്സ് ചെയ്യുക. അപ്പോൾ ഡാറ്റ ഏതാണ് അഡ്രസ്സ് ഏതാണ് എന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 16 ലൈൻസിനകത്ത് ലോവർ ഓർഡറിനകത്ത് ഏതൊക്കെ വരും, ഡാറ്റ ബസ്സും വരും, അഡ്രസ് ബസ്സും വരും. അത് ഡാറ്റയാണോ അഡ്രസ്സാണോ എന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന സിഗ്നലാണ് എയിൽ അഡ്രസ് ലാച്ച് ഇനേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും. ഇനി അഡ്രസ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹയർ ഓർഡർ അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ A15 to A8 ആണ്. അത് യൂണി ഡയറക്ഷനിലാണ്. അത് ഒരിക്കലും എന്തായിട്ട് യൂസ് ചെയ്യില്ല, ഡാറ്റ ബസ് ആയിട്ട് യൂസ് ചെയ്യില്ല. Unidirectional and most significant bit called higher order address bus of 16-bit address. The signal AD7 to AD0 are used for dual purpose. അപ്പോൾ അത് മൾട്ടിപ്ലക്സ്ഡ് ബസ് എന്നാണ് പറയുക. നമ്മൾ രണ്ടും എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്രസ്സായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 16 ലൈൻ അഡ്രസ്സായിട്ട് യൂസ് ചെയ്യും, പിന്നെ അടുത്തത് ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യും. അപ്പം the signal AD7 to AD0 are bidirectional. They serve as dual purpose. They are used as lower order address bus as well as data bus. അത് lower order address bus ആയിട്ടും യൂസ് ചെയ്യും, data bus ആയിട്ടും യൂസ് ചെയ്യും. In executing an instruction during the earlier part of the cycle, these lines are used as lower order address bus. അപ്പം ഒരു ഡിവൈസിന് ആദ്യം അഡ്രസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ, ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുള്ളൂ. അപ്പം അഡ്രസ്സ് ചെയ്യുന്ന ടൈമിൽ ഈ ലോവർ ഓർഡർ AD7 to AD0 എന്ന സാധനം അഡ്രസ് ബസ് ആയിട്ട് യൂസ് ചെയ്യും, പിന്നെ അതെന്തായിട്ട് യൂസ് ചെയ്യും, ഡാറ്റ ബസ്സായിട്ട് യൂസ് ചെയ്യും. ഒരിക്കൽ ഡിവൈസിന് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണ്ട, അത് അഡ്രസ് ലൈൻസ് അവിടെ തന്നെ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, നമുക്കത് ഡാറ്റ ബസ്സായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണ്ട, സെപ്പറേറ്റ് 16 + 8 ലൈൻസ് വേണ്ട, 24 ലൈൻസ് വേണ്ട, അഡ്രസ്സിനും ഡാറ്റയ്ക്കും വേണ്ടി. അപ്പോൾ ഈ ഒരു ടെക്നിക്കിനാണ് ആക്ച്വലി നമ്മൾ എന്താ പറയുക, മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുക. ഇവിടെ മെനി ഇൻ ടു വൺ. അപ്പോൾ രണ്ടായിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഒന്ന് അഡ്രസ്സും ഡാറ്റയ്ക്കും വേണ്ടി യൂസ് ചെയ്യുന്നു, അതിന് ഒരു സെയിം ബസ് തന്നെ യൂസ് ചെയ്യുന്നു, മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് സെക്കൻഡ് കാറ്റഗറി തന്നെ, മൾട്ടിപ്ലക്സ്ഡ് അഡ്രസ് ആൻഡ് ഡാറ്റ ബസ്. ആൻഡ് തേർഡ് വൺ, control and status signal. This group of signal include 2 control signals, read and write, and 3 status signal, IO bar M bar, S1 and S0. Sorry. ഒരു മിനിറ്റ്. അഡ്രസ് ക്ലാസ് ഇതിനകത്ത് നമ്മൾ കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 2 കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്, റീഡ് ബാർ ആൻഡ് റൈറ്റ് ബാർ. ഡിവൈസിനകത്തേക്ക് റീഡ് ചെയ്യാൻ, ഡിവൈസിനകത്ത് നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡ് ബാർ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിവൈസിനകത്തേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാനാണ് ആക്ച്വലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റൈറ്റ് ബാർ എന്നാണ് സിഗ്നൽ യൂസ് ചെയ്തത്.
and 3 status signals IO bar M bar, S1 and S0 to identify the nature of operations. ഈ സ്റ്റാറ്റസ് സിഗ്നലും കൺട്രോൾ സിഗ്നൽസ് എന്താ, ഒരു ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കൺട്രോൾ സിഗ്നലും, ആ കൺട്രോൾ ചെയ്ത അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നലാണ് ആക്ച്വലി എന്ത്, സ്റ്റാറ്റസ് സിഗ്നൽ. അതായത് 8085 കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നലാണ് ആക്ച്വലി കൺട്രോൾ സിഗ്നൽ. 8085 പ്രൊവൈഡ് ചെയ്യുന്ന യൂസറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഓപ്പറേഷനാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നലാണ് നമ്മൾ എന്താ പറയുക, സ്റ്റാറ്റസ് സിഗ്നൽ. അപ്പോൾ സ്റ്റാറ്റസ് സിഗ്നൽ നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസസിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഏത് ഓപ്പറേഷനാണ് പ്രസൻ്റ്ലി പെർഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ടു ഐഡൻറ്റിഫൈ ദി നേച്ചർ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് വൺ സ്പെഷ്യൽ സിഗ്നൽ ALE ടു ഇൻഡിക്കേറ്റ് ദി ബിഗിനിങ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പം ALE എന്ന് പറഞ്ഞാൽ അഡ്രസ് ലാച്ച് എനേബിൾ. ഈ എൻറ്റയർ 16 ലൈനകത്തും അഡ്രസ്സാണെന്ന് കാണിക്കാൻ വേണ്ടി ALE സിഗ്നൽ യൂസ് ചെയ്യും. അപ്പോൾ ALE 1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും എൻറ്റയർ 16 ലൈൻസ് ആർ യൂസ്ഡ് ഫോർ അഡ്രസ്, അതർവൈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡാറ്റാ ബസ്. ഇൻക്ലൂഡ് ഇത് ഇപ്പോൾ നോർമലി ബിഗിനിങ്ങിലാണ് എന്തുണ്ടാവുക, ഒരു ഓപ്പറേഷൻ്റെ ബിഗിനിങ്ങിലാണ് എന്തുണ്ടാവുക, ALE ഹൈ ആവുക. കാരണം ഓപ്പറേഷൻ്റെ ബിഗിനിങ്ങിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു ഐഡൻറ്റിഫൈ ദി ഡിവൈസ്, ദെൻ പെർഫോം എന്താണ്, കമ്മ്യൂണിക്കേഷൻസ് അല്ലേ. അടുത്തതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് സ്റ്റാറ്റസ് സിഗ്നൽ കൺട്രോൾ ഓർ സ്റ്റാറ്റസ് സിഗ്നൽ എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അഡ്രസ്സിങ് ആയതുകൊണ്ട് അപ്പം എപ്പോഴും ALE എന്തായിരിക്കും, ഓപ്പറേഷൻ്റെ ബിഗിനിങ്ങിൽ ഹൈ ആയിരിക്കും. ഇനി ഏതൊക്കെയാണ് നമ്മൾ സിഗ്നൽസ് നോക്കാം. ALE അഡ്രസ് ലാച്ച്, ദിസ് ഈസ് എ പോസിറ്റീവ് ഗോയിങ് പൾസ് ജനറേറ്റഡ് എവറി ടൈം 8085 ബിഗിൻസ് ഓപ്പറേഷൻസ്. 8085 ഏത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, ALE എന്താക്കി വയ്ക്കും, ഹൈ ആക്കി വയ്ക്കും. കാരണം ആ സമയത്ത് അഡ്രസ് ലാച്ച് എനേബിളിനകത്തുള്ളത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഹയർ ഓർഡർ അഡ്രസ് ബസ്സിനകത്ത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഡ്രസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ബിറ്റ്സ് ഓൺ AD7 to AD0 ആർ അഡ്രസ് ബിറ്റ്സ്. ദിസ് സിഗ്നൽ ഈസ് used primarily to latch the lower order address bus from multiplexed bus and generate a separate set of 8 lines A7 to A0. അത് ഈ എൻറ്റയർ ലൈനും അഡ്രസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നലാണ് ആക്ച്വലി ALE. അപ്പോൾ ALE ഹൈ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും A15 to A8ഉം AD7 to AD0യും എന്താണെന്ന് മനസ്സിലാവും, അഡ്രസ് ലൈൻസ് ആണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അഡ്രസ്സും ഡാറ്റയും മൾട്ടിപ്ലക്സ്ഡ് ബസ്സിനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നലാണ് ALE. നെക്സ്റ്റ് വൺ ഈസ് റീഡ് സിഗ്നൽ. റീഡ് ഇസ് എ കൺട്രോൾ സിഗ്നൽ, ഇറ്റ്സ് എൻ ആക്റ്റീവ് ലോ സിഗ്നൽ. ആക്റ്റീവ് ലോ സിഗ്നൽ, ആക്റ്റീവ് ഹൈ സിഗ്നൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ആക്റ്റീവ് ലോ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ലോ ആകുന്ന സമയത്തായിരിക്കും. ഇപ്പോൾ റീഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ഇവിടെ എന്തായിരിക്കും, ലോ ആകുന്ന സമയത്ത്. അതുകൊണ്ടാണ് അതിന് RD ബാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ALE ഉള്ളത്, ALE ബാറില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ALE എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറഞ്ഞ സാധനം പെർഫോം ചെയ്യുന്നത് ALE 1 ആകുമ്പോഴാണ്, ആക്റ്റീവ് ഹൈ ആകുമ്പോഴാണ് ചെയ്യുന്നത്. ഇവിടെ റീഡ് ബാർ എന്ന് പറഞ്ഞ സിഗ്നൽ, അതായത് റീഡ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യണം, നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുള്ളൂ. ഇറ്റ്സ് ആൻ ആക്റ്റീവ് ലോ റീഡ് കൺട്രോൾ സിഗ്നൽ. ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി സെലക്ടഡ് IO മെമ്മറി ഡിവൈസസ് ടു ബി റീഡ് ആൻഡ് ഡാറ്റ ആർ അവൈലബിൾ ഓൺ ദി ഡാറ്റ ബസ്. അപ്പം റീഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്, റീഡ് ചെയ്ത ഡാറ്റ ഇപ്പം ഡാറ്റാ ബസ്സിനകത്ത് അവൈലബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യിപ്പിക്കാനുള്ള 8085 അടുത്ത് കൊടുക്കുന്ന സിഗ്നലാണ് റീഡ് ബാർ എന്ന സിഗ്നൽ. നെക്സ്റ്റ് റൈറ്റ്, ഇറ്റ്സ് എ റൈറ്റ് കൺട്രോൾ സിഗ്നൽ. ഇറ്റ്സ് ഓൾസോ എൻ ആക്റ്റീവ് ലോ സിഗ്നൽ. റൈറ്റ് ബാർ എന്നല്ല ഉള്ളത്. ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഡാറ്റ ഓൺ ദി ഡാറ്റാ ബസ് ആർ ടു ബി റിട്ടേൺ ഇൻടു എ സെലക്റ്റഡ് മെമ്മറി ഓർ IO ഡിവൈസ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന IO ഡിവൈസിനകത്തോ മെമ്മറിക്കകത്തേക്കോ എന്തുകൊണ്ട് റൈറ്റ് ചെയ്യും, ഈ ഡാറ്റ കൊണ്ട് റൈറ്റ് ചെയ്യും. അതിനാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, റൈറ്റ് ബാർ തന്നെ കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. IO ബാർ M ബാർ. നെക്സ്റ്റ്, ദിസ് ഈസ് എ സ്റ്റാറ്റസ് സിഗ്നൽ. ഇത്രയും രണ്ടും പറഞ്ഞത് എന്തായിരുന്നു, കൺട്രോൾ സിഗ്നലായിരുന്നു. ഇനി സ്റ്റാറ്റസ് സിഗ്നൽ. സ്റ്റാറ്റസ് സിഗ്നൽ എന്തൊക്കെയാണ്, IO ബാർ M ബാർ ആൻഡ് S1 ആൻഡ് S0. This is a status signal used to differentiate IO and memory operation. റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് മെമ്മറിയിലേക്ക് റീഡ് ചെയ്യാം, അതുപോലെ IO ഡിവൈസിനകത്തേക്ക് റീഡ് ചെയ്യാം. പിന്നെ റൈറ്റ് ചെയ്യുന്നത് നമുക്ക് IO ഡിവൈസിനകത്തേക്ക് റൈറ്റ് ചെയ്യാം, മെമ്മറിക്കകത്തേക്ക് റൈറ്റ് ചെയ്യാം.
അപ്പം പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ മെമ്മറി ആണോ IO ഡിവൈസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്റ്റാറ്റസ് സിഗ്നലാണ് എന്ത് IO ബാർ M ബാർ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ IO ബാർ M ബാർ. അപ്പോൾ M ബാർ എന്ന് പറയുന്ന സമയം ആക്റ്റീവ് ലോ ആണ്, IO എന്ന് പറയുന്ന സമയം ആക്റ്റീവ് ഹൈ ആണ്. അപ്പോൾ IO ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാറ്റസ് ലൈൻ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. മെമ്മറി ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഈ സ്റ്റാറ്റസ് ലൈൻ എന്തായിരിക്കും? ലോ ആയിരിക്കും. ദിസ് ഈസ് എ സ്റ്റാറ്റസ് സിഗ്നൽ യൂസ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ IO and memory operation. When it is high, it indicates an IO operation. When it is low, it indicates memory operation. This signal is combined with RD bar to generate IO memory control signals. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ IO ഓപ്പറേഷനും മെമ്മറി ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് S1 and S0. These are status signals similar to IO bar M bar. It can be identified various operations, but they are rarely used in small systems. ഇതൊരു സ്റ്റാറ്റസ് സിഗ്നലാണ് S1 and S0. ഈ സ്റ്റാറ്റസ് സിഗ്നലിൽ കുറേ കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കിയിട്ട് നമുക്ക് പല കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചെറിയ സിസ്റ്റത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഇൻഡിക്കേഷൻസ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. അടുത്തത് ഈ ഒരു ചാർട്ട് നോക്കി നോക്കുന്നത് കുറേ മെഷീൻ സൈക്കിൾസ് ഉണ്ട്. നമ്മളിത് മെഷീൻ സൈക്കിൾസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കും. എനിവേ ഓപ്പ് കോഡ് ഫെച്ച് എന്ന് പറഞ്ഞാൽ, ഓപ്പ് കോഡ് ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പ് കോഡ് എന്ത് ചെയ്യുക, മെമ്മറിക്കകത്ത് നിന്ന് റീഡ് ചെയ്യുക. അങ്ങനെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറിക്കകത്ത് നിന്നാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ IO ബാർ M ബാറിനകത്ത് മെമ്മറി ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. സ്റ്റാറ്റസ് സിഗ്നൽ S1 and S0 എന്തായിരിക്കും? 1 ആയിരിക്കും. റീഡ് ബാർ തന്നെ കൺട്രോൾ സിഗ്നൽ നോർമലി റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഓപ്പ് കോഡ് ഫെച്ചിനല്ലേ, ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. റീഡ് ബാർ എന്ന് പറഞ്ഞ സിഗ്നൽ എന്തായിരിക്കും? നോർമലി 0 ആയിരിക്കും. ഇനി മെമ്മറി റീഡ് ഓപ്പറേഷൻ, ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. മെമ്മറി റീഡ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ മെമ്മറി റിലേറ്റഡ് ഓപ്പറേഷൻ ആണ്. സോ IO ബാർ M ബാർ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. IO ബാർ M ബാർ ഇവിടെ 0 ആയിരിക്കും. ഇനി സ്റ്റാറ്റസ് S1 and S0, ഇതൊരു റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവിടെ 1 എന്നായിരിക്കും. റീഡ് ബാർ അപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ മെമ്മറി റൈറ്റ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ മെമ്മറി തന്നെയാണ് എപ്പോഴും IO ബാർ M ബാർ എന്തായിരിക്കും? 1 ആയിരിക്കും. റൈറ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവിടെ 0യും ഇവിടെ 1 ആയിരിക്കും. S1 0യും S0 1 ആയിരിക്കും. റൈറ്റ് ബാർ മാത്രം എന്തായിരിക്കും? ലോ ആയിരിക്കും. റീഡ് ബാർ ആ സമയത്ത് ലോ ആവില്ല, അത് ഹൈ ആയിരിക്കും. IO റീഡ് ഓപ്പറേഷൻ അതാണെങ്കിൽ IO ആണ് ഓപ്പറേഷൻ, മെമ്മറി അല്ല. IO ഡിവൈസിനകത്തേക്കാണ്, അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഇത് 1 ആയിരിക്കും. സ്റ്റാറ്റസ് റീഡ് ആയതുകൊണ്ട് 1 ആയിരിക്കും. ഇവിടെയും 1 ആണ്. റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവിടെയും 1 ആണ് അല്ലേ. റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് റീഡ് ബാർ എന്തായിരിക്കും? ലോ ആയിരിക്കും. IO റൈറ്റ്, IO ഡിവൈസിനകത്തേക്കാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. റൈറ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് 0 ആയിരിക്കും അല്ലേ. ഇവിടെ 0. റൈറ്റ് ബാർ മാത്രം എന്തായാലും ആക്റ്റീവ് ലോ ആകും, ബാക്കിയെല്ലാം ഹൈ ആയിരിക്കും. ഇനി ഇൻട്രപ്റ്റ് വരുന്ന സമയത്താണെങ്കിൽ ഇൻട്രപ്റ്റ് എന്താണെന്ന് പഠിക്കും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു വന്നല്ലോ. ഇൻട്രപ്റ്റ് വരുന്ന സമയത്ത് ഈ സ്റ്റാറ്റസ് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക, എല്ലാം ഹൈ ആയിരിക്കും. IO ബാർ M ബാറും S1 ഉം S0 ഒക്കെ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ. ഇനി ഫോർത്ത് ഗ്രൂപ്പ് ഓഫ് സിഗ്നൽസ്, പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി. ഇത് പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി സിഗ്നൽസ് ആസ് ഫോളോസ്. VCC +5 വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. VSS എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് റെഫറൻസ്, 0 വോൾട്ടേജ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഒരു പവർ സപ്ലൈയുടെ സിംഗിൾ പവർ സപ്ലൈ ആണ് ആക്ച്വലി യൂസ് ചെയ്യാറ്. പവർ സപ്ലൈയുടെ +5 വോൾട്ടേജ് നമ്മൾ VCC ആയിട്ടും ഗ്രൗണ്ട് നമ്മൾ VSS-നകത്തേക്കും കണക്ട് ചെയ്യും. ഇനി ഫ്രീക്വൻസി, പവർ സപ്ലൈ അത്രയേ ഉള്ളൂ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് X1 and X2. എ ക്രിസ്റ്റൽ നോർമലി നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. എ ക്രിസ്റ്റൽ ഈസ് കണക്റ്റഡ് അറ്റ് ദീസ് പോയിൻറ്റ്. X1 and X2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എന്ത് ചെയ്യും? ക്രിസ്റ്റൽ കണക്ട് ചെയ്യും. ദ ഫ്രീക്വൻസി ഈസ് ഇൻറ്റേർണലി ഡിവൈഡഡ് ബൈ 2. കണക്ട് ചെയ്ത ഫ്രീക്വൻസിനെ ഇൻറ്റേർണലി എന്ത് ചെയ്യും? ഡിവൈഡ് ബൈ 2 ചെയ്യും. Therefore, to operate 3 MHz, the crystal should have a frequency of 6 MHz. അല്ലേ? നോക്കി ഇവിടെ രണ്ടുമാണ്, ഇത് രണ്ടുമാണ് എന്ത് പോയിന്റ് തന്നെ, X1 and X2. ഇവിടെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ കണക്ട് ചെയ്യും.
ക്രിസ്റ്റലാണ് ടൈപ്പ്. അപ്പോൾ ഇത് 3 MHz ഈ ഒരു 8085 വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 6 MHz കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് ഇവിടെ ഫ്രീക്വൻസി എന്തെങ്കിലും വരും, /2 ചെയ്യും നമ്മൾ ആദ്യം തന്നെ. അപ്പോൾ 8085 എപ്പോഴും കിട്ടുന്ന എക്സ്റ്റേണലി കണക്ട് ചെയ്തിരിക്കുന്ന ക്ലോക്ക് ഫ്രീക്വൻസിനെ /2 ചെയ്തിട്ടാണ് ഇൻറ്റർണൽ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 MHz വർക്ക് ചെയ്യണമെങ്കിൽ 6 ഇവിടെ എന്ത് ചെയ്യുന്നു കൊടുത്തിരിക്കണം. അതുപോലെ 5 MHz വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് കൊടുത്തിരിക്കണം, 10 MHz കൊടുത്തിരിക്കണം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. The frequency is internally /2. Therefore, to operate 3 MHz, the crystal should have a frequency of 6 MHz. Clock out. ഇതെന്ത് ചെയ്യുക കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഒരു പിന്നെ ഇതിനകത്ത് എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The signal can be used as the system clock for the device. വേറെ ഡിവൈസസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലോക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലോക്ക് കിട്ടുന്നുണ്ട്, സിസ്റ്റത്തിന് ഒരു ക്ലോക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ക്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നില്ലേ, ഇവിടെ എന്ത് ചെയ്യും, നമ്മുടെ ക്ലോക്ക് ഫ്രീക്വൻസി ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ക്ലോക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ഡിവൈസസിനൊക്കെ എന്ത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ടൈമർ IC അല്ലെങ്കിൽ ഒരു പിന്നെ സാൻഫോ 90 പോലത്തെ കൗണ്ടർ IC, അതിനൊക്കെ നമുക്ക് ക്ലോക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസസ് വേറെ എന്തെങ്കിലും ഡിവൈസസ് ഉണ്ടെങ്കിൽ അതിന് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ക്ലോക്ക് എവിടത്തേക്കാണ് വരുന്നത്, ഈ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ പിന്നിനകത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത്രയും സാധനം ഹയർ ഓർഡർ അഡ്രസ് ബസ്, ഇത് ലോവർ ഓർഡർ അഡ്രസ് ബസ്, ലോവർ ഓർഡർ അഡ്രസ് ആൻഡ് ഡാറ്റ ബസ്. ഇത് രണ്ടും VCC ആൻഡ് ഗ്രൗണ്ട്. പിന്നെ കൺട്രോൾ സിഗ്നൽസ് കുറച്ച് IO ബറംബർ, S1, RD, ALE, ഇത്രയും സാധനങ്ങൾ. ഇനി ബാക്കി നോക്കാം നമുക്ക്. എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽ ഇൻക്ലൂഡിങ് ഇൻട്രപ്റ്റ്സ്. 80 ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവം, ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സർ ഏതെങ്കിലും ഒരു ഓപ്പറേഷനകത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിവൈസസിന് അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സ്റ്റേണൽ ഡിവൈസസിന് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ 8085 ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ ഡിവൈസ് എന്ത് ചെയ്യും, 8085നെ മൈക്രോ പ്രൊസസ്സറിനെ ഒരു ഇൻട്രപ്റ്റ് ചെയ്യും, ഒന്ന് തടസ്സപ്പെടുത്തും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. വൺസ് ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ 8085 എന്ത് ചെയ്യും, കറൻ്റ്ലി പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസൊക്കെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ആരാണോ ഡിവൈസസിനെ ഇൻട്രപ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഡിവൈസിനകത്തേക്ക് എന്ത് ചെയ്യും, അറ്റൻഷൻ കൊടുക്കും. ഇനി അതിന് എൻ്റെ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്തതിന് ശേഷം തിരിച്ച് നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാം രണ്ടാമത് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ആക്ച്വലി ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 8085-നകത്ത് 5 ഇൻട്രപ്റ്റ്സ് ഉണ്ട്. INTA ഇൻട്രപ്റ്റ് ടെക്നോളജി ഉണ്ട് അതിനകത്ത്. അപ്പം 5 ഡിഫറെൻറ്റ് ഇൻട്രപ്റ്റ്സ് ഉണ്ട്. പിന്നെ റീസെറ്റ്, ഹോൾഡ്, റെഡി, ഇത്രയും സാധനങ്ങളാണ് എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽസ്. അപ്പോൾ അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്ന് INTR, ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്, ഇൻട്രപ്റ്റ് അക്നോളജ്. ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഡിവൈസ് ആർക്ക് ഇൻട്രപ്റ്റ് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി ഡിവൈസ് എപ്പോഴും എന്ത് ചെയ്യും, ഇൻട്രപ്റ്റ് ടെക്നോളജി കൊടുക്കും. ലെറ്ററിനൊക്കെ നമ്മൾ അക്നോളജി കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മളിവിടെ പ്രോപ്പറായിട്ടൊരു ഇൻട്രപ്റ്റ് റിസീവ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 8085 അല്ലെങ്കിൽ ഡിവൈസ് എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസ് 8085നെ ഇൻട്രപ്റ്റ് ചെയ്യും. വൺസ് ഇൻട്രപ്റ്റ് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് ബാക്കിയെല്ലാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്ത് ചെയ്യും, ഒരു അക്നോളജി സെൻഡ് ചെയ്യും ഡിവൈസിനകത്തേക്ക്. അപ്പോൾ INTA ബാർ കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈസിന് മനസ്സിലാവും ഇൻട്രപ്റ്റ് അവിടെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ INTR എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റും അതിൻ്റെ അക്നോളജിയാണ് INTA ബാർ. അതുകൂടാതെ RST 7.5, RST 6.5, RST 5.5, ട്രാപ്പ്, ഇത്രയും ഇൻട്രപ്റ്റ്സ് 8085-നകത്തുണ്ട്. അപ്പം 5 ഡിഫറെൻറ്റ് ഇൻട്രപ്റ്റ്സും ഒരു ഇൻട്രപ്റ്റ് ടെക്നോളജി INTA ബാർ, ഇത്രയും സാധനങ്ങൾ ഇൻട്രപ്റ്റ് ഉണ്ട് 8085. ഇൻട്രപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ഹോൾഡ് ആൻഡ് അതിൻ്റെ അക്നോളജി HLDA. ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസിന് വേണ്ടിയിട്ടുള്ള 2 പിൻസാണ്, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന 2 പിൻസാണ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹോൾഡ് റിക്വസ്റ്റ് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസ് ഹോൾഡ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നോർമലി സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ 8085-നായിരിക്കും.
മൈക്രോ പ്രൊസസ്സർ എന്താ വെച്ചാൽ സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ ഏത് ഡിവൈസാണോ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് റിലിംഗ്വിഷ് ചെയ്യും, അതിന് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഡിവൈസിന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്ഫർ നടത്താൻ പറ്റും. ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ. ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഹോൾഡ് വഴിയല്ല നമ്മൾ ഹോൾഡ് യൂസ് ചെയ്തിട്ട്, അതായത് DMA യൂസ് ചെയ്തിട്ടല്ല നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഓരോ ബൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ആര് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും, 8085 ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 8085 ഇൻട്രാക്ട് ചെയ്യാതെ DMA കൺട്രോളർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിവൈസ് എന്ത് ചെയ്യും, ഈ കമ്മ്യൂണിക്കേഷനെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് DMA റിക്വസ്റ്റ് ചെയ്തിട്ട് മാത്രമേ പറ്റുള്ളൂ. അതിനാണ് ഹോൾഡ് ആൻഡ് HLDA എന്ന് പറഞ്ഞാൽ സിഗ്നലൈസ് ചെയ്യുന്നത്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ DMA റിക്വസ്റ്റിന് വേണ്ടിയിട്ട് അത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യുന്നത് അതിൻ്റെ അക്നോളജാണ് HLDA. ഇനി റെഡി എന്ന് പറഞ്ഞ സിഗ്നൽ, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഒരു സ്ലോവർ ഡിവൈസസും മൈക്രോ പ്രൊസസ്സറും തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡി എന്ന് പറഞ്ഞ സിഗ്നൽ യൂസ് ചെയ്യുന്നത്. എപ്പോഴാണോ ഡിവൈസ് റെഡി ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യും, this signal is used to delay the microprocessor read or write signal responding peripheral ready to send or accept data. When this signal goes low, microprocessor waits for an integral number of clock cycles. അതായത് ഒരു ഡിവൈസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നോർമലി എന്തായിരിക്കും, ഇലക്ട്രോ മെക്കാനിക്കൽ. ഒരു എക്സാമ്പിൾ പറയുകയാണ് പ്രിൻ്ററിൻ്റെ അതിനകത്ത് ഉണ്ടാകുന്ന ഓപ്പറേഷനും മൈക്രോ പ്രൊസസ്സറിൻ്റെ ഓപ്പറേഷൻ തമ്മിൽ ഭയങ്കര സ്ലോ ആണ് പ്രിൻ്ററിൻ്റെ കേസിൽ. അതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസ് ആണ് അത്. അപ്പം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സർ പെർഫോം ചെയ്യുന്നതിൻ്റെ എത്രയോ ടൈംസ് സ്ലോവർ ആയിരിക്കും എന്ത് പ്രിൻ്റർ പെർഫോം ചെയ്യുന്നത്. അപ്പം പ്രിൻ്ററും ഇതും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റെഡി എന്ന് തന്നെ സിഗ്നൽ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പ്രിൻ്റർ ഒരു ഫയൽ റിസീവ് ചെയ്തു, ഒരു ഫയലിൻ്റെ ഒരു പോർഷൻ റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം മൈക്രോ പ്രൊസസ്സർ അത്രയും ഫാസ്റ്റായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ സെൻഡ് ചെയ്ത് അതേ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിൻ്ററിന് പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം പ്രിൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി എന്ന് പറഞ്ഞ സിഗ്നൽ എന്ത് ചെയ്യും, ലോ ആക്കി വയ്ക്കും. റെഡി ലോ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൈക്രോ പ്രൊസസ്സർ പിന്നെ എന്ത് ചെയ്യും, സാധനങ്ങളൊന്നും സെൻഡ് ചെയ്യില്ല. എപ്പോഴാണോ ഡിവൈസ് റെഡി ആവുന്നത് അപ്പോൾ മാത്രമേ പിന്നെ എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് ഫയൽ സെൻഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫയൽ സെൻഡ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നലാണ് ആക്ച്വലി റെഡി എന്ന് പറഞ്ഞ സിഗ്നൽ. ചില എക്സ്റ്റേണൽ ഇനീഷ്യേറ്റഡ് സിഗ്നൽ. റീസെറ്റിംഗ് എന്ന് പറഞ്ഞ സിഗ്നൽ എന്താ, പ്രോസസ്സറിന് എക്സ്റ്റേണലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസെറ്റ് ചെയ്യാൻ പറ്റും. when the signal on this pin goes low, അതായത് ഈ ഒരു റീസെറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ലോ ആയി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കൗണ്ടർ സെറ്റ് 0. പ്രോഗ്രാം കൗണ്ടർ സെറ്റ് 0 എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എല്ലാ രജിസ്റ്റേഴ്സും 0 ആകും. ഇതുവരെ ചെയ്ത ഓപ്പറേഷൻസൊക്കെ എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. നമ്മൾ സിസ്റ്റം റീസെറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ മൈക്രോ പ്രൊസസ്സറിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, റീസെറ്റ് ബട്ടൺ. നമ്മളെ കമ്പ്യൂട്ടറിനകത്തുള്ള മുമ്പിലത്തെ ബട്ടൺ, റീസെറ്റ് ബട്ടൺ ആക്ച്വലി ഡയറക്റ്റ്ലി അങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രോസസ്സിൻ്റെ റീസെറ്റിംഗ് എന്ന് പറഞ്ഞ ബട്ടണിനകത്തേക്കാണ് പ്രസ് ചെയ്യുക, പിന്നിനകത്തേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. വൺസ് ഇത് സിസ്റ്റം റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ ഇത് ജനറേറ്റ് ചെയ്യും. റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ സിഗ്നൽ ഒരു ആക്റ്റീവ് ഹൈ സിഗ്നൽ ഉണ്ടാക്കും. ദിസ് സിഗ്നൽ ഈസ് യൂസ് ടു റീസെറ്റ് അതർ ഡിവൈസസ് വിച്ച് ഈസ് കണക്റ്റഡ് ടു മൈക്രോ പ്രൊസസ്സർ. അപ്പോൾ മൈക്രോ പ്രൊസസ്സറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള ഡിവൈസസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവുമായിരിക്കും. നിങ്ങൾ സിസ്റ്റം റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിസ്റ്റം ഓണാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത പ്രിൻ്റർ എന്ത് ചെയ്യും, ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹെഡൊക്കെ പ്രിൻ്റ് ഹെഡൊക്കെ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ഒരു 0th പൊസിഷനിലൊക്കെ വന്ന് നിൽക്കും. എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും പൊസിഷനൊക്കെ ആണെങ്കിൽ റീസെറ്റിലെ പ്രിൻ്ററിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇളകി പഴയ പൊസിഷനിലൊക്കെ വന്ന് നിൽക്കുന്നതാണ്. അത് ആക്ച്വലി ഈ റീസെറ്റ് ഔട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റീസെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8085 ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലാണ്. റീസെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു റീസെറ്റ് ഔട്ട് സിഗ്നൽ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. അത് യൂസ് ചെയ്തിട്ട് റീസെറ്റ് ഔട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ ഡിവൈസിനെ നമുക്ക് റീസെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പിൻസ് ആണ്, ദാറ്റ് ഈസ് സീരിയൽ IO പോർട്സ്. 8085 ഹാസ് 2 signals to implement the serial communications: SID, serial input data, and SOD, serial output data. In serial transmission, data bits are sent over a single line. എന്താ സീരിയൽ കമ്മ്യൂണിക്കേഷൻ തന്നെ, ഒരു 8 ബിറ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ്,
ഒരു 8 ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈമിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതിന് പകരം ആ 8 ബിറ്റിനകത്തുള്ള ഓരോ ബിറ്റ് ബൈ ബിറ്റായിട്ട് ഒരു സിംഗിൾ ലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് സീരിയൽ എന്ന് പറയുന്നത്. പാരലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 8 ഡിഫറെൻറ്റ് ലൈൻസ് യൂസ് ചെയ്തിട്ട് 8 ബിറ്റും ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈമിൽ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷനെ സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു സിംഗിൾ ലൈൻ മതി നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ. മറ്റതിന് 8 ഡിഫറെൻറ്റ് ലൈൻസ് വേണം, കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഭയങ്കര ഫാസ്റ്ററൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാരലൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. പ്രിൻ്ററിനകത്ത് പഴയ പ്രിൻ്ററിനകത്തൊക്കെ നമ്മൾ പാരലൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പം പക്ഷേ നമ്മൾ USB ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. USB-കകത്തൊക്കെ പാരലൽ കമ്മ്യൂണിക്കേഷൻ അല്ല. അപ്പോൾ പോട്ടെ. അപ്പോൾ എനിവേ ഇതാണ് സീരിയലും പാരലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുന്ന 2 പിന്ന് 8085 എനേബിൾ ചെയ്യുന്ന 2 പിന്ന് SID ആൻഡ് SOD. ഇപ്പോൾ സീരിയൽ ഇൻപുട്ട് ഡാറ്റ, സീരിയലി ഡാറ്റ റിസീവ് ചെയ്യുന്നത് SID എന്ന് പറഞ്ഞ പിൻ വഴി, എക്സ്റ്റേണൽ വേൾഡിലേക്ക് സീരിയൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് SOD എന്ന് പറഞ്ഞ ലൈൻ യൂസ് ചെയ്തിട്ടാണ്. ഇൻ സീരിയൽ ട്രാൻസ്മിഷൻ ഡാറ്റ വിച്ച് ആർ സെൻറ്റ് ഓവർ എ സിംഗിൾ ലൈൻ 1 bit at a time. Such the transmission over telephone lines will be discussed. നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷന് നമ്മളെ സിലബസിനകത്തില്ല. എനിവേ സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എനേബിൾ ചെയ്യുന്നത് ഈ 2 പിൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഇതാണ് ആക്ച്വലി നമ്മുടെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുവരെ നമ്മൾ പിൻ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞതെങ്കിൽ 8085-ൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രം ആണ് ആക്ച്വലി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിൻ ഡീറ്റെയിൽസ് പോലെ തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 രീതിയിൽ ചോദിക്കാം. ആർക്കിടെക്ചർ ഓഫ് 8085 എന്ന് പറഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഇത് തന്നെയാണ് വരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8085 എന്ന് പറഞ്ഞാലും ഇത് തന്നെ. എക്സ്പ്ലെയിൻ എനി 4 ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8085 എന്നൊക്കെ പറയും. അപ്പം ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ എല്ലാ ഡയഗ്രാം കംപ്ലീറ്റ് വരയ്ക്കുക. ഇതുപോലെ തന്നെ വരയ്ക്കണം. വരച്ചിട്ട് ഇതിനകത്ത് ഏതെങ്കിലും 4 ബ്ലോക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ നോക്കി നോക്കുക നിങ്ങൾ. 8085-നകത്ത് രജിസ്റ്റേഴ്സാണ് ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് B, C, D, E, H and L. ഈ 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സാണുള്ളത്. ഈ 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 8 ബിറ്റ് ആണ്. നമുക്ക് ഈ 6നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്തിട്ട് BC പെയറാക്കാം, അതുപോലെ തന്നെ DE പെയറാക്കാം ആൻഡ് HL പെയറാക്കാം. ഇതാണ് ആക്ച്വലി 6 8-ബിറ്റ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഇനിയുള്ളത് 2 ടെമ്പററി രജിസ്റ്റേഴ്സ് ഉണ്ട്. WN സെറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഓപ്പറേഷൻ ഇടയ്ക്ക് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇൻറ്റേർണൽ ഓപ്പറേഷൻസിനിടയ്ക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ WN സെറ്റ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ യൂസ് ചെയ്യാം. ഇറ്റ്സ് ഓൾസോ എൻ 8-ബിറ്റ് രജിസ്റ്റർ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ യൂസേഴ്സ്. ഈ പ്രോഗ്രാമർക്ക് എന്ത് അവൈലബിൾ ആയിരിക്കില്ല, WN സെറ്റ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ അവൈലബിൾ ആയിരിക്കില്ല. അത് മൈക്രോ പ്രോസസർ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റാക്ക് പോയിൻ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് രജിസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് സ്റ്റാക്ക് പോയിൻ്റ്. സ്റ്റാക്ക് പ്രസൻ്റ്ലി യൂസ് ചെയ്യുന്ന സ്റ്റാക്ക് ഏതാണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സ്റ്റാക്ക് പോയിൻ്റ്. ആൻഡ് പ്രോഗ്രാം കൗണ്ടർ, നെക്സ്റ്റ് അഡ്രസ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എപ്പോഴും എന്ത് പ്രോഗ്രാം കൗണ്ടറിനകത്തുള്ളത്. ഇപ്പോൾ പ്രോഗ്രാം കൗണ്ടർ ഒരു 16-ബിറ്റ് രജിസ്റ്ററാണ്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇൻക്രിമെൻറ്റ് ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു ജമ്പ് ഇൻസ്ട്രക്ഷനൊക്കെ വരുന്ന സമയത്ത് അത് മോഡിഫൈ ചെയ്യും. എനിവേ ആ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലാച്ചാണ് ഇത്. ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ലാച്ച് തന്നെ ഈ 16-ബിറ്റ് ലാച്ച്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്, അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഉണ്ടാകുന്നത്. സോ 16-ബിറ്റ് രജിസ്റ്റർ. ഇതിനകത്ത് രണ്ടിനകത്ത് എന്താ ഉണ്ടാവുക, രജിസ്റ്റേഴ്സ് അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇതിനകത്ത് പ്രസൻ്റ്ലി യൂസ് ചെയ്യുന്ന സ്റ്റാക്ക് അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നെക്സ്റ്റ് അഡ്രസ്സ് ഏതാണോ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സ് ഏതാണോ അതായിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിനെ ഇൻക്രിമെൻറ്റ് ചെയ്യാനും ഡിക്രിമെൻറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ലാച്ചാണ് ഇവിടെ ഈ ലാച്ച്. ഇനി ഏത് രജിസ്റ്റർ ആണെങ്കിലും, രജിസ്റ്റർ നമ്മൾ ഒരു എന്താ പറയുക പെർട്ടിക്കുലർ അഡ്രസ്സിങ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ അഡ്രസ് രജിസ്റ്റർ സെലക്ട് തന്നെ ഇത് യൂസ് ചെയ്തിട്ടാണ്, ബ്ലോക്ക് ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് രജിസ്റ്ററിലാണ് പ്രസൻ്റ്ലി യൂസ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. അത് മൾട്ടിപ്ലക്സറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന്, ഏതൊക്കെ രജിസ്റ്ററാണ് ഇപ്പം യൂസ് ചെയ്യുന്നതെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇനി
ഈ നമ്മൾ പറഞ്ഞു അഡ്രസ്സ് എന്ന് പറഞ്ഞ സംഭവം, അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ശരിക്കും പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും, മെമ്മറിയിലുണ്ടാവും. അപ്പോൾ മെമ്മറീനെ അഡ്രസ്സ് ചെയ്യണ്ടേ അടുത്ത ഇൻസ്ട്രക്ഷൻ അഡ്രസ്സ് ഏതാണെന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 16 ബിറ്റ് ലൈനായിരിക്കും ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഈ അഡ്രസ് ആൻഡ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ലാച്ചിനകത്ത് ഉണ്ട്. അതിനകത്ത് ഹയർ ഓർഡർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു, A15 to A8 ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് ലോവർ ഓർഡർ നമ്മൾ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടായിരിക്കും 16 ലൈൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, A15 to A8, AD7 to AD6. ഇവിടെ ചിലപ്പോൾ എന്തും കൂടെ വേണ്ടി വരും, ഡാറ്റ കൂടെ വേണ്ടി വരും. ഇത് നമ്മൾ ഡാറ്റ 8 ബിറ്റ് ഇൻറ്റേർണൽ ഡാറ്റ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നോക്കിയാൽ നിങ്ങൾ മെമ്മറിക്കകത്ത് നിന്ന് പ്രോഗ്രാം കൗണ്ടർ പ്ലേസ് ചെയ്യുന്ന അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഡാറ്റ നമ്മൾ റീഡ് ചെയ്യുന്നു. ഡാറ്റ റീഡ് ചെയ്തിട്ട് ഇതുവഴി റീഡ് ചെയ്യുന്നു. ഇൻറ്റേർണൽ ഡാറ്റ ലൈൻ യൂസ് ചെയ്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തായിരിക്കും പ്ലേസ് ചെയ്യുക. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് ചെയ്ത ഇൻസ്ട്രക്ഷനെ നേരെ ഡീകോഡറിനകത്തേക്ക് കൊടുക്കും. ഡീകോഡർ ആൻഡ് മെഷീൻ സൈക്കിൾ എൻകോഡിംഗ് എന്നാണ്. അപ്പം ഡീകോഡറിനകത്ത് നിന്ന് ഏത് ഇൻസ്ട്രക്ഷനാണോ എന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യും, അതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഇൻസ്ട്രക്ഷന് വേണ്ട കൺട്രോൾ ആൻഡ് ടൈമിംഗ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്ലോക്കാണ് ഇത്. എന്തൊക്കെ ചെയ്യും, നെക്സ്റ്റ് റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. പിന്നെ AL ഹൈ ആക്കണമെങ്കിൽ ഹൈ ആക്കും. S0 S1 ഹോൾഡ് ഈ സാധനങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ ബ്ലോക്ക് യൂസ് ചെയ്തിട്ടാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാം, നമുക്ക് ഇവിടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ലോജിക് യൂണിറ്റ് ഉണ്ട്. ALU എന്ന് പറഞ്ഞ ലോജിക് യൂണിറ്റ് ഉണ്ട്. അപ്പം ALU എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. മോസ്റ്റ് ഓഫ് ദി അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോംഡ് യൂസിങ് അക്യുമുലേറ്റർ. അക്യുമുലേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അല്ലേ? നമ്മളങ്ങനെ പഠിച്ചത് വൺ ഓഫ് ദി ഓപ്പറേഷൻ ഷുഡ് ബി ഇൻ അക്യുമുലേറ്റർ. അപ്പം പെർഫോം ചെയ്യേണ്ട അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ അക്യുമുലേറ്ററിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഓപ്പറൻറ്റ് അക്യുമുലേറ്ററിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ അക്യുമുലേറ്ററിനകത്തുള്ള ഓപ്പറൻറ്റ് പ്ലസ് നമ്മൾ നെക്സ്റ്റ് ഓപ്പറൻറ്റ് എന്താണോ അതും കൂടെ യൂസ് ചെയ്യും. അത് ടെമ്പററി രജിസ്റ്ററിനകത്തേക്ക് പ്ലേസ് ചെയ്യും. അത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. പെർഫോം ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് ഫ്ലാഗ് വഴി എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. അത് നമുക്ക് റീഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വേറെ ഡിവൈസസിന് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് റിസൾട്ട് നമുക്ക് അങ്ങോട്ടേക്ക് അവൈലബിൾ ആയിരിക്കും. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിൻ്റെ റിസൾട്ട് ഇൻറ്റേർണൽ ഡാറ്റാ ബസ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. ആ ഇൻറ്റേർണൽ ഡാറ്റാ ബസ്സിനകത്ത് ഒന്നിക്ക് അക്യുമുലേറ്ററിനകത്തേക്ക് തന്നെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാം. മെമ്മറി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസ്, ഇതിന് വെളിയിലുള്ള ഡിവൈസാണ്, മെമ്മറിക്കകത്തേക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ VCC ആൻഡ് ഗ്രൗണ്ട് കൊടുക്കുന്നു. പിന്നെ ഇവിടെ ക്ലോക്ക് ഫ്രീക്വൻസി കൊടുക്കുന്നു. ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി നമ്മളൊരു ക്രിസ്റ്റൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഒരു ക്ലോക്ക് ജനറേറ്റ് ചെയ്യുന്നു. ഇനി ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ഇവിടെ. ഇൻട്രപ്റ്റ് നമുക്കറിയാം 5 ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? INTR, RST 5.5, 6.5, 7.5 ആൻഡ് ട്രാപ്പ്. അതുകൂടാതെ ഒരു ഇൻട്രപ്റ്റ് ടെക്നോളജിയും INTA ബാർ എന്ന് പറഞ്ഞ ഇൻട്രപ്റ്റ്. ഇനി സീരിയൽ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ബ്ലോക്കാണിത്. സീരിയൽ കമ്മ്യൂണിക്കേഷന് സീരിയൽ ഇൻപുട്ടും സീരിയൽ ഔട്ട്പുട്ടും. ഓക്കെ, ഇതാണ് എൻ്റെ ബ്ലോക്ക് ഡയഗ്രം. ഇത്